ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമാകുമ്പോൾ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മറ്റൊരു ആരോപണവും ഉയർന്നു വരികയാണ്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം കൂടുതൽ വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുന്നില്ല എന്നും 3 പവൻ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകുവാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചു നൽകിയത്. 3 പവൻ സ്വർണമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. മറ്റു ലോഹങ്ങളും കൂടി ചേർന്നായിരുന്നു ഈ പീഠം ഉണ്ടായിരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു. എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല എന്നാണ് സ്പോൺസർ പറയുന്നത്. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പീഠമുണ്ടോ അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതിനും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും സ്പോൺസർ പറഞ്ഞു. വിജിലൻസിന്റെ പരിശോധനയിൽ ഇതുകൂടി ഉൾപ്പെട്ടേക്കാം. പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പങ്ങൾക്ക് ഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്നും മാത്രമാണ് അറിയാനായത് എന്നും സ്പോൺസർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കഴിഞ്ഞ 6 വർഷമായിട്ട് തനിക്ക് ലഭിച്ചില്ല എന്നും പറയുന്നുണ്ട്. പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ പീഠം കൂടി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതായും എന്നാൽ അത് ഇല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട്. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഒട്ടേറെ സംശയങ്ങളാണ് ഉയരുന്നത്. അത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു. 1999 തന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി എന്നായിരുന്നു തെളിവുകൾ ഉണ്ടായിരുന്നത്. കോടതി വ്യക്തമാക്കുകയും ചെയ്തതാണ്. 2019 ദ്വാരപാലക ശില്പങ്ങൾക്ക് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിത്തരാമെന്ന് ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നും രേഖകളിൽ കാണുന്നുണ്ട്. ഇത് വൈരുദ്ധ്യമാണെന്നാണ് കോടതി പറയുന്നത്. 1999 തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവ വീണ്ടും 2019 അഴിച്ചു പടിഞ്ഞത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം സംബന്ധിച്ചും ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം സ്വർണ്ണപീഠം എവിടെയും പോകില്ല എന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എം പത്മകുമാർ പറയുന്നുണ്ട്. പീഠം തിരികെ കൊടുത്തു വിട്ടിട്ടില്ല എന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.